പാലക്കാട് ഒലവക്കോട് താണാവിൽ ആസിഡ് ആക്രമണം. താണാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബഷീനയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ബഷീനയുടെ മുൻ ഭർത്താവ് കാജ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് പോലീസ് പറയുന്നത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയോടുകൂടിയാണ് ബർഷീനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ബർഷീന്റെ മുൻ ഭർത്താവായ തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. എന്തായാലും പൊള്ളലേറ്റ ബർഷീനയുടെ നില കുറച്ച് ഗുരുതരമാണ്. ഇവരെ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പക്ഷേ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യം ആലോചനയിലുണ്ടെന്നാണ് ജില്ലാ ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ പാലക്കാട് ഒലവക്കോട് താണാവിലാണ് ഇവർ താമസിക്കുന്നത്. ഇവിടെ എത്തിയ മുൻ ഭർത്താവായ കാജ ഹുസൈൻ ശരീരത്തിൽ ആസിഡ് ഒഴിക്കുകയാണ് ഉണ്ടായത്. മുമ്പ് ഇയാൾ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇവർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. മുൻ ഭർത്താവാണ്. പക്ഷേ ഇയാൾ സ്ഥിരമായി ഇവിടെ ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെങ്കിൽ പോലും ഇയാൾ മിക്കവാറും പാലക്കാട് തന്നെയാണ് ഉണ്ടാവുക. മുമ്പും പലതവണ ഇവർ പരാതി നൽകിയെങ്കിലും അതിൽ മേൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവരിപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. പാലക്കാടാണ് ഈ സംഭവം. ഒലവക്കോട് താണാവിൽ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്.